ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി നിൽക്കുന്നതേ തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെ നമ്മുടെ പറമ്പിൽ നിന്നും ടെറസിൽ നിന്നും വിളവെടുത്ത് കിട്ടും എന്ന് നോക്കിയിട്ട് അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേരെ അത് കണ്ടിട്ടുള്ളൂ. കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ തിരുവാതിരപ്പുഴുക്കിൻ്റെ പ്രാധാന്യവും അറിയാവുന്നവരായതുകൊണ്ട് കുറച്ച് പേരൊക്കെ കണ്ടുള്ളൂ, അറിയാത്തവരായിരിക്കും കണ്ടിരിക്കുന്നത്. അപ്പം ആദ്യം ഞങ്ങൾ നോക്കിയത് ഒരു കപ്പ പറിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഞാൻ സാധാരണ തിരുവാതിരപ്പുഴുക്കിനകത്ത് കപ്പയൊന്നും ഇടാറില്ല. പക്ഷെ എൻ്റെ അനിയത്തി പറഞ്ഞു എല്ലാ ഇനം കിഴങ്ങുകളും ഇട്ടിട്ടാണ് വെക്കേണ്ടത്. പക്ഷേ ഇതിനകത്ത് ഒരു കിഴങ്ങ് ഇതിനകത്തില്ല കേട്ടോ. അത് നിങ്ങൾ ഏതാണെന്ന് കണ്ട് മനസ്സിലാക്കിക്കോ. അപ്പം ഞങ്ങൾ ആദ്യം കപ്പയാണ് വിളവെടുത്തത്. കപ്പ ഇത്ര ശക്തിക്ക് പറിച്ചെടുക്കുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയോ? അമ്മമാരോട് ഞാൻ പറഞ്ഞു, കപ്പ പറിക്കാൻ പറഞ്ഞപ്പോൾ അനങ്ങാതെ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ജിമ്മിൽ പോയാൽ 150 കിലോ എടുക്കുന്നതിന് മടിയില്ല, കപ്പ പറിക്കുന്നതിനാണല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തെ ആ ശക്തിയാണ് കണ്ടത്. ആ ചെറിയൊരു കഷ്ണം കപ്പ മതി, ആ ഒടിഞ്ഞു കിടക്കുന്ന കണ്ടോ, അത്രയും കപ്പയുടെ ആവശ്യമുള്ളൂ നമ്മുടെ തിരുവാതിരപ്പുഴുക്കിന് ചേർക്കാൻ. അപ്പോൾ കപ്പ പറിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു ചക്കപ്പഴം തിന്നണം. ഇത് ശരിക്കും പറഞ്ഞാൽ ചെമ്പരത്തി വരിക്കയാണ് കേട്ടോ. നല്ല ഓറഞ്ച് ചുവപ്പ് നിറത്തിൽ കായകൾ പഴുത്ത് കഴിഞ്ഞ് ചക്കച്ചുള്ള പഴുത്ത് കിട്ടുന്ന ഒരു ചക്കയാണ്. നല്ല മധുരവും ടേസ്റ്റുമാണ്. അപ്പോൾ ഒരെണ്ണം നമ്മൾ താഴേന്ന് പറിച്ചെടുത്തു. ഈ ചക്ക വിളവായോ എന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇതിനകത്തുനിന്ന് ഈ വരുന്ന അരക്കുണ്ടല്ലോ, അരക്ക് നല്ല വെള്ളവുമായിട്ട് ഒഴുകി വീഴുവാണെങ്കിൽ നന്നായിട്ട് വിളഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത് നന്നായിട്ട് വിളഞ്ഞതാണ്ടോ, അത് വീഴുന്നുണ്ടോ അതിനകത്തുനിന്ന് അരക്ക്. അപ്പോൾ ഇത് പറിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് പഴം തിന്നണം. അപ്പം മേളിലൊരു പഴുത്ത പോലത്തെ നിറത്തിലൊരു ചക്ക കിടപ്പുണ്ടായിരുന്നു. അത് പറിക്കാനുള്ള ഒരുക്കത്തിലാണേ. അപ്പോൾ അതിന് മുന്നേ താഴെ ഒരു ഫുട്ബോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചക്ക താഴേക്ക് വീഴുമ്പം നിങ്ങൾ നോക്കിക്കോണം. കണ്ടോ, എക്സാക്റ്റ് ആ ഫുട്ബോളിലോട്ട് വീഴത്തക്ക രീതിയിലാണ് അവന്മാർ ഫുട്ബോൾ സെറ്റ് ചെയ്ത് വെച്ചത്. കാരണം ഇവന്മാരെല്ലാം എൻജിനീയറിങ്ങുകാരാണേ. അപ്പോൾ ഇതും കഴിഞ്ഞേച്ച് നമ്മൾ കാച്ചിൽ പറിക്കാനായിട്ട് വന്നു. കണ്ടോ, അപ്പോൾ ഈ കാച്ചിൽ നടുന്നതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നതാണ്. ചാക്കിലെ കാച്ചിൽ കൃഷി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ചാക്കിനകത്ത് എങ്ങനെയാണ് കാച്ചിൽ നട്ടതെന്നൊക്കെ അന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു 1/4 കിലോ കാച്ചിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പം മാന്താൻ വരുന്നത്. കാരണം ചാക്കിലൊക്കെ നട്ട് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വിളവേ കിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യം നമുക്കുള്ളൂ. ഞാൻ എല്ലാ പ്രാവശ്യവും തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കുമ്പം 1/4 കിലോ വീതം സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. കാച്ചിൽ കിട്ടാനുള്ള ഒരു പരിപാടിയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അനങ്ങുന്നില്ല. ചാക്കോടെ അനങ്ങുന്നത് നമ്മൾ ഇളക്കാൻ നോക്കുമ്പം. അപ്പം നമ്മൾ ഇതിനെ ആദ്യം ഒന്ന് കണ്ടോ, പിടിക്കുമ്പം കണ്ടോ, ഇളക്കുമ്പോൾ കണ്ടോണം, ചാക്കോടെ കണ്ടോ, അത് അനങ്ങുന്നില്ല. ശരി, അതിനകത്ത് അങ്ങോട്ട് ടൈറ്റായിട്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് നല്ലോണം നനയ്ക്കാം. അപ്പം വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ചുറ്റിനുള്ള മണ്ണ് നല്ലപോലെ ഇളകി കിട്ടുമല്ലോ. അപ്പം പൈപ്പ് തുറക്കാനായിട്ട് പോയിരിക്കുന്ന സമയം കൊണ്ട് ഉണ്ടോ, പൈപ്പിനകത്ത് ഓസ് കൊണ്ടുവന്ന് ഒഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം മണ്ണ് നല്ലോണം കുതിർന്ന് കഴിയുവാണെങ്കിൽ നമുക്കതിനകത്തുനിന്ന് കാച്ചിലിനെ ഇങ്ങനെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ ഈ വെള്ളം 4 വശത്തും ഒഴിച്ച് കുറേ താഴത്തേക്ക് ഇറങ്ങണ്ടേ, എന്നാലല്ലേ നനയുള്ളൂ ചാക്കിനകത്തിരിക്കുന്ന മണ്ണ് മുഴുവനും. അങ്ങനെ നനച്ചിട്ട് പതുക്കെ ഇതിൻ്റെ മണ്ണൊന്ന് ഇളക്കാൻ നോക്കുവാണേ. പിന്നെ ചാക്ക് പൊട്ടിപ്പോയാലും കുഴപ്പമില്ല. കാരണം ചാക്ക് പൊട്ടിച്ചിട്ട് എടുക്കുക നമുക്ക് സൗകര്യം. കത്തി വെച്ച് മുറിച്ചെടുക്കാം. പക്ഷേ ഇത് തൂമ്പ കൊണ്ട് കിളച്ച് ഒന്ന് പതുക്കെ തൊട്ടാൽ മതി, അത് പൊടിഞ്ഞ പോലെയാവും ചാക്കിലെ കൃഷി. ചാക്കിലിങ്ങനെ കൃഷി ചെയ്യാമെന്നൊക്കെ പറഞ്ഞാലും വർഷാവർഷം അല്ലെങ്കിൽ ഓരോ വിള തീരുമ്പോഴും ചാക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ ചാക്കിലെ മണ്ണൊക്കെ നല്ലോണം നമ്മൾ കൊത്തി ഇളക്കുവാണേ. ചെറിയ താഴ്ചയിലാണ് കാച്ചിലുണ്ടായിരിക്കുന്നത് കേട്ടോ. കാച്ചിലെപ്പോഴും താഴോട്ടാണല്ലോ വളരുന്നത്. അങ്ങനെ കുറച്ച് മണ്ണൊക്കെ മാറ്റിയേണ്ടത്. കാച്ചിൽ തെളിഞ്ഞ് വരുന്നുണ്ടോ? ഇതുപോലെ തെളിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമ്മൾ കാച്ചിലോട്ടൊന്ന് ഇപ്പോൾ അതൊക്കെ പിടിച്ചാൽ മതി, കാച്ചിലിങ്ങ് ഇളകിപ്പോരും. കണ്ടോ? അപ്പോൾ ഇത് കുറച്ച് മണ്ണൊക്കെ പിടിച്ചിരിപ്പുണ്ടേ. ആ മണ്ണെല്ലാം നമ്മളൊന്ന് ചീകി കളയുക കറക്കെത്തി വെച്ചിട്ട്. പക്ഷേ കറക്കെത്തി വെച്ചാലൊന്നും പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ ഇടയ്ക്കോട്ടൊക്കെ മണ്ണ് കയറിയിരിക്കുന്നുണ്ടോ? ആ മണ്ണെല്ലാം നമ്മൾ ചെറുതായിട്ടൊന്ന് കഴുകി കളയുന്നുണ്ട് കേട്ടോ. എൻ്റെ തൂമ്പ വെച്ചും കത്തി വെച്ചും ഒക്കെ ചെയ്തപ്പോഴും ഇത്രയും മണ്ണേ പോയുള്ളൂ. അപ്പോൾ ഇത് കഴുകാനായിട്ട് കണ്ടുന്ന ഓസ് കൊണ്ടുവന്ന് നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകുക. കാരണം എന്നാണെന്നറിയോ, ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നിയുകൊണ്ടാണ് നമ്മളിതിനെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത്. കഴുകി വൃത്തിയാക്കി എടുത്തില്ലെങ്കിൽ ഈ മണ്ണും അതുപോലെ വെള്ളവും ഒക്കെ കൂടി ബാലൻസിലോട്ട് വീണിട്ട് ബാലൻസ് കേടാകത്തില്ലേ? അല്ലേ, കേടാകുന്നതല്ല, വൃത്തികേടാകും. അതുകൊണ്ടാണ് നമ്മളതിനെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നല്ല വൃത്തിക്ക് ഇതിനെ കഴുകിയെടുത്തു. എന്നിട്ട് കഴുകിയെടുത്തിട്ട് നമ്മളിതിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ ഏകദേശം ഒരു 17.5 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. വെറും 1/4 കിലോ വലിപ്പത്തിൽ വരുന്നൊരു കാച്ചിലിൻ്റെ മൂക്ക് വെച്ച് ചാക്കിനകത്ത് വെച്ച് വളർത്തിയതാണ് നമുക്ക് ഇത്രയും കാച്ചിൽ കിട്ടിയത്. കാച്ചിൽ പറിക്കലും കഴിഞ്ഞിട്ട് ഞാൻ തോട്ടിയും പിടിച്ച് നിൽക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മുടെ ഒരു മിൽക്ക് ഫ്രൂട്ട് കായ്ച്ചിട്ടുണ്ടേ.
ആദ്യമായിട്ട് കായ്ക്കുവാണ്. അപ്പോൾ അത് ഒരെണ്ണം പഴുത്തിട്ടുണ്ട്. അപ്പോൾ അത് പറിക്കാൻ നല്ല പറിക്കലാണ് കേട്ടോ. സാധനം താഴെ പോയി. ഈ മിൽക്ക് ഫ്രൂട്ട് താഴെ പോയാൽ പൊട്ടും തോട്. പൊട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ആദ്യമായിട്ടുണ്ടായതായത് കാരണം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണമല്ലോ. അപ്പോൾ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ആ പൊട്ടിയ പാടെ ഞാൻ പൊട്ടി തുറപ്പിക്കുവാണേ. ഇത് തുറക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും വേറൊരു പഴവും ഇതേപോലെ തന്നെ കാണാറുണ്ട്. ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുവാണെങ്കിൽ പറഞ്ഞേക്കണേ. കാണുന്നുണ്ടോ? ഉണ്ടോ? ഒരു അബിയു പോലല്ലേ ഇരിക്കുന്നേ. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ. ഞാൻ ശകലം എടുക്കുവാണേ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളും സൗകര്യമുള്ളവരൊക്കെ ഈ മിൽക്ക് ഫ്രൂട്ട് പറ്റുമെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ച് വളർത്താം, ഞാൻ ഗ്യാരണ്ടി. ഇനി എല്ലാവർക്കും നോക്കണമല്ലോ. എൻ്റെ അനിയത്തിയും എൻ്റെ അനിയത്തിയുടെ മോനും ഒക്കെ ഉണ്ട്. അവരെല്ലാം നോക്കുക കേട്ടോ. എൻ്റെ ഹസ്ബൻഡിനാണ് കൊടുത്തത്. ഇഷ്ടപ്പെട്ടു. പക്ഷേ ഷുഗറുള്ള ആളായതുകൊണ്ട് കണ്ടമാനം മധുരമൊന്നും കഴിക്കത്തില്ല. പിന്നെ ഞങ്ങൾ ഓരോരുത്തരും ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ഭാവത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ രുചി മനസ്സിലാകും കേട്ടോ. കിച്ചൂട്ടൻ നോക്കുവാണ്. ഉണ്ടോ? കിച്ചൂട്ടനെല്ലാം ഭയങ്കര സയൻറ്റിഫിക് അപ്രോച്ചാണ്. കാണുന്നുണ്ടോ? ഉണ്ടോ? സൂപ്പർ ടേസ്റ്റാണെന്നാണ് പറയുന്നത്. പിന്നെ ശിവദത്തുണ്ട്. ഇനി ഞങ്ങൾ ഈ കാച്ചിൽ പറിച്ചു കഴിഞ്ഞിട്ട് ഒരു ചെറിയ ചേന വിളവെടുത്തിട്ടുണ്ടേ. ഈ ചെറിയ ചേനയും കൂടെ വിളവെടുത്തതിന് ശേഷം ഇത് നമ്മുടെ പറമ്പിൽ നിൽക്കുന്നൊരു റോബസ്റ്റാ പഴമാണേ. നമുക്ക് തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കായ, പച്ചക്കായ വേണം. ഞാൻ ഏത്തക്കായാണ് സാധാരണ ഇടുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു കായ പറിച്ച് വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഏത്തക്കായ വാങ്ങിക്കുമായിരുന്നു ചെയ്തത് കേട്ടോ. ഇത്രയും സാധനങ്ങൾ വിളവെടുത്ത് കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ചേമ്പും കൂർക്കയും, അത് രണ്ടും ടെറസയിലാണുള്ളത്. അപ്പം നമ്മൾ ടെറസയിലോട്ട് വന്നിരിക്കുവാണ് ചേമ്പും കൂർക്കയും കൂടെ വിളവെടുക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ കൂർക്കയാണ് വിളവെടുക്കാനായിട്ട് ഞാൻ നോക്കുന്നത്. ഞാൻ സാധാരണ തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കുമ്പം ചേനയും ചേമ്പും കാച്ചിലും കൂർക്കയും ഏത്തക്കായും ഇത്രയും സാധനം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. എൻ്റെ അനിയത്തി പറയുമായിരുന്നു ബാക്കി 2 കിഴങ്ങുകളും കൂടെ കപ്പയും ചേർക്കണം, ചെറുകിഴങ്ങ് അല്ലെങ്കിൽ നനകിഴങ്ങ് എന്നൊക്കെ പറയുന്ന സാധനമില്ലേ അതും ചേർക്കണം. എനിക്ക് നനകിഴങ്ങിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ നട്ടുപിടിപ്പിക്കാറില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ കൂർക്ക വിളവെടുക്കാനായിട്ട് വന്നു. കൂർക്ക ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു 1/4 കിലോ കൂർക്ക കിട്ടേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പം നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന സാധനമല്ലേ, അതിൻ്റെ ചോട്ടിൽ എന്തോരം ഉണ്ടായിട്ടുണ്ടെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. വിളവെടുത്താലേ അതറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഉണങ്ങിയ ഇലകളെല്ലാം പറിച്ചു മാറ്റിക്കഴിഞ്ഞാലേ നമുക്ക് കൂർക്ക വിളവെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആ തണ്ടൊക്കെ പൊക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ കൂർക്ക ഇരിക്കുന്നത്? കൃഷി ചെയ്യുന്നവർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും ഇതേപോലുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നതാണ്. ഈ കൂർക്കയുടെ വിളവെടുപ്പ് കണ്ടപ്പം സന്തോഷം ഉണ്ടായിട്ടുള്ളവരൊക്കെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറന്നു പോകരുതേ. അപ്പം നമ്മൾ ഈ കൂർക്ക തണ്ടയിലെ കൂർക്കയെല്ലാം ഞാനും എൻ്റെ അനിയത്തിയും കൂടെ വിളവെടുത്ത് പാത്രത്തിനകത്തേക്ക് ഇടുവാണ്. ഈ തണ്ടിൽ നിന്ന് മാത്രം കിട്ടിയ കൂർക്ക ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. കാണുന്നുണ്ടോ? ഓരോന്നോരോന്ന് പറിച്ച് പാത്രത്തിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ എടുക്കുക. കാരണം ഇനി ഇത് താഴെ കൊണ്ടുപോയിട്ട് വേണമല്ലോ വൃത്തിയാക്കി എടുത്ത് കറിക്കകത്ത് ചേർക്കാൻ. അപ്പം ഈ തണ്ടിൽ നിന്ന് മാത്രം എടുക്കുന്ന കൂർക്കയുടെ അളവാണ് നിങ്ങളീ കാണുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞ് ഞാനത് കാണിച്ചു തരാം. ഈ കണ്ടോ, ഓരോ പ്രാവശ്യം തണ്ടുകൾ പൊക്കിയെടുക്കുമ്പോഴും അതിലെല്ലാം നിറയെ കൂർക്കയുണ്ട് കേട്ടോ. ഓരോന്നോരോന്ന് നമ്മൾ പറിച്ചെടുക്കുവാണേ. കണ്ടോ? അപ്പോൾ അവൻ എന്നെ കാണിക്കുമായിരുന്നു. ഇതിനകത്ത് അമ്പഴം നല്ല പഴുത്ത ഒരു പച്ചക്കായ കണ്ടോ, അതെന്നാന്ന് കിച്ചുവിന് അറിയാൻ മേലാത്തതുകൊണ്ട് കിച്ചു എന്നോട് ചോദിക്കുമായിരുന്നു ഇത് എന്നതാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പം ഞാൻ അവനോട് അമ്പഴങ്ങയാണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ തണ്ടിൽ നിന്ന് മാത്രം വിളവെടുത്തിരിക്കുന്ന കൂർക്കയാണ് നിങ്ങളിപ്പോൾ കണ്ട കേട്ടോ. ഈ തണ്ട് കളഞ്ഞിട്ട് വേണം നമുക്ക് മണ്ണിൽ നിന്ന് കൂർക്കയെ വിളവെടുത്തെടുക്കാൻ. അപ്പം തണ്ടയിൽ നിന്ന് മാത്രം കിട്ടിയതാണ് ഇത്രയും കൂർക്ക. ഇനി ബാക്കി നമുക്ക് മണ്ണിൽ നിന്ന് എടുക്കണം. കൂർക്ക ഒത്തിരി ആഴത്തിൽ മണ്ണിലേക്കൊന്നും വളർന്നു പോകത്തില്ല. അതിൻ്റെ മുകളിൽ മണ്ണിൽ കിടക്കുന്ന കൂർക്ക നിങ്ങൾ കാണുന്നുണ്ടോ? ആ തണ്ടിൽ നിന്നൊക്കെ പറ്റിപ്പിടിച്ചിരുന്നൊക്കെ കിടക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അത് മുഴുവനും വിളവെടുക്കുക കേട്ടോ. അതെല്ലാം പെറുക്കിയെടുത്ത് പാത്രത്തിനകത്തേക്ക് ഇടുവാണ്. എന്നിട്ട് വേണം നമുക്ക് മണ്ണിളക്കാൻ. കാരണം മണ്ണിളക്കുമ്പം കൂർക്കയുടെ മുകളിലോട്ട് മണ്ണ് കയറി വരുമല്ലോ. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണിട്ട് ഈ കൂർക്ക മൂടിപ്പോകരുത്. അതിന് നമ്മൾ കൂർക്ക പാത്രത്തിൽ പൊങ്ങിക്കിടക്കുന്നത് മുഴുവനും ഓരോന്നോരോന്നായിട്ട് വിളവെടുക്കുവാണേ. എന്നിട്ട് വേണം പതുക്കെ നമുക്ക് മണ്ണിളക്കി കൂർക്കയെ വിളവെടുക്കാൻ. ഈ കൂർക്ക ഉണ്ടല്ലോ, നമ്മൾ ഫ്രഷായിട്ട് കൂർക്ക പറിച്ചെടുക്കുമ്പോൾ ആ കൂർക്കയ്ക്കൊരു നല്ല വാസനയാണുള്ളത്. അത് കൂർക്ക കൃഷി ചെയ്ത് വിളവെടുക്കുന്നവർക്കേ അതറിയത്തുള്ളൂ.
നിങ്ങൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബക്കറ്റിനകത്താണെങ്കിലും ഗ്രോ ബാഗിനകത്താണെങ്കിലും ഇതുപോലത്തെ പാത്രത്തിനകത്താണെങ്കിലും ഒക്കെ നമുക്ക് സൗകര്യമായിട്ട് കൂർക്കയെ വളർത്തിയെടുത്ത് വിളവെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കൂർക്ക കൃഷി ചെയ്യാത്തവരൊക്കെ കൂർക്ക കൃഷി അടുത്ത പ്രാവശ്യം, സാധാരണയായിട്ട് നമ്മൾ കൂർക്ക കൃഷി ചെയ്യുന്നതെന്ന് പറയുന്നത് ഒന്നുകിൽ ജൂൺ മാസത്തിലാണ് നട്ടുപിടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിന് ഒക്ടോബർ മാസമാണ് നല്ലത്. ഓരോ കിളയ്ക്കും മണ്ണിനടിയിൽ നിന്ന് കൂർക്ക കിട്ടുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അത്യാവശ്യം നല്ല വലിപ്പവുമുള്ള കൂർക്കയാണ് കേട്ടോ. നമ്മൾ ഈ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ ഇട്ടിട്ടാണ് കൂർക്കയെ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ കൂർക്ക വിളവെടുത്ത് കഴിയുമ്പം കണ്ടോ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ വിളവെടുത്തുകൊണ്ടിരിക്കുവാണേ. കണ്ടോ കൂർക്ക കിട്ടുന്നുണ്ടോ? എൻ്റെ അനിയത്തി ഞാൻ പറഞ്ഞില്ലേ ഇടുക്കി ജില്ലയിലെ ഒരു ഗവൺമെൻറ് ഹൈസ്കൂളിലെ മലയാളം ടീച്ചറാണ് കേട്ടോ. അവളോട് ഞാൻ തിരുവാതിരയുടെ കഥയൊന്ന് പറയാമെന്ന് ചോദിച്ചപ്പം അവളിങ്ങനെ മടിച്ചു പിടിച്ച് ആടിത്തൂങ്ങി നിൽക്കുമായിരുന്നു. ഒരു 25 പിള്ളേരെ ചുറ്റിലിരുത്തി കൊടുക്കുവാണെങ്കിൽ അവൾക്ക് കഥ വരുന്ന വഴി അറിയത്തില്ല. എന്ത് വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും പിള്ളേരോട് സംവദിക്കാൻ ടീച്ചർമാർക്ക് ബുദ്ധിമുട്ടില്ലാന്ന് ടീച്ചർമാരെക്കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ അറിയാം. ഞങ്ങളൊരു ശരിക്കും പറഞ്ഞ ഒരു ടീച്ചർ ഫാമിലിയാണ് കേട്ടോ. ഇവൾ മലയാളം ടീച്ചറാണ്. എൻ്റെ ആങ്ങളയുടെ വൈഫ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ടീച്ചറാണ്. ഞാൻ കുറേ കാലം ഹയർ സെക്കൻഡറികളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പം ഈ പഠിപ്പിക്കാതിരിക്കാനുള്ള നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനൊരു ട്യൂഷൻ സെൻറ്റർ നടത്തുന്നുണ്ട്. ഇപ്പം പിള്ളേരെ ഇങ്ങനെ പഠിപ്പിച്ച് ഹയർ സെക്കൻഡറിയിലെ സബ്ജക്റ്റൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. പിള്ളേർ ഈ ഒരു പ്രത്യേക പ്രായത്തിലും പ്രത്യേക വളർച്ചയിലുമുള്ള കുഞ്ഞുങ്ങളാണല്ലോ. അവരുമായിട്ട് നമ്മൾ ചേരുന്നത് ഭയങ്കര സന്തോഷം നമുക്കും ഉണ്ടാക്കും, അവർക്ക് ഗുണവും കിട്ടും. അങ്ങനെ മണ്ണിളക്കി മണ്ണിലെ ഓരോ കൂർക്കകളും നമ്മൾ പെറുക്കിയെടുത്തു. പക്ഷെ ഒരു കാര്യമുണ്ടേ, ഞാൻ ഈ കൂർക്ക വിളവെടുത്ത് കഴിയുമ്പം എനിക്ക് കുറച്ച് ചേമ്പും കൂടെ ടെറസിൽ നിന്ന് വിളവെടുക്കാനുണ്ടായിരുന്നു. പക്ഷെ കൂർക്ക കിട്ടിയ ആവേശത്തിലും സന്തോഷത്തിലും ഉണ്ടല്ലോ ചേമ്പ് വിളവെടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ ഈ തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കിയ ദിവസം അപ്പോൾ ചേമ്പ് നോക്കിയപ്പോൾ ചേമ്പില്ല. അപ്പോഴാണ് പോയി ചേമ്പ് വിളവെടുത്തത്. ആ ചേമ്പ് വിളവെടുക്കുന്ന വീഡിയോ നമ്മൾ തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ട ദിവസം അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാകും നമുക്ക് ചേമ്പും എന്തുമാത്രം ചേമ്പാണ് ഈ പാത്രത്തിനകത്തുനിന്ന് നമുക്ക് വിളവെടുക്കാൻ കിട്ടിയത്. അതിൻ്റെ കഥയൊക്കെ ഞാൻ അന്നേരം പറയുന്നുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോ. ചേമ്പിൻ്റെ വലിപ്പവും അളവും ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കൂർക്ക നമ്മളിങ്ങനെ വിളവെടുത്തതിന് ശേഷം ചേമ്പ് അന്ന് എടുക്കാതെ മറന്നുപോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉണ്ട് ഓരോന്നോരോന്ന് എടുക്കുക. ചേമ്പ് ശരിക്കും പറഞ്ഞാൽ കൂർക്ക തീരുന്നില്ല മണ്ണിൽ നിന്ന്. കുറേ അധികം നേരം വേണ്ടി വന്നു എനിക്ക് ഈ കൂർക്ക ഇങ്ങനെ വിളവെടുക്കാനായിട്ട്. കാണുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ ഈ പഠിപ്പീരുകാരും പഠിക്കലുകാരും ഒക്കെയായി മാറിയതിനകത്തെ പ്രധാന ആളെന്ന് പറയുന്നത് ഞങ്ങളുടെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ നന്നായിട്ട് പുസ്തകം വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അത് കൂർക്ക കിട്ടിയതിൻ്റെ സന്തോഷം കണ്ടോ. അപ്പോൾ അത് കിച്ചൂടനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എൻജിനീയറിംഗ് മെൻറ്റാലിറ്റിയുള്ള നല്ലൊരു ആളാണ് അവന്. പക്ഷേ കൃഷി കാണാനും കൃഷി ചെയ്യാനും ഒക്കെ അവന് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ അവൻ എൻ്റെ കൂടെ എല്ലാ പ്രാവശ്യവും കൃഷിക്ക് വിളവെടുക്കാനാണേലും വീഡിയോ ചെയ്യാനാണേലും ഒക്കെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ, അവൻ വല്ലപ്പോഴുമാണ് എൻ്റെ വീട്ടിൽ വരുന്നത്, അങ്ങനെ വരുന്ന അവസരത്തിലാണ് എൻ്റെ കൂടെ ഇതൊക്കെ ചെയ്യാനായിട്ടും കാണാനായിട്ടും വീഡിയോയ്ക്ക് നിൽക്കാനായിട്ടും ഒക്കെ വരുന്നത്. അപ്പം മണ്ണിനടിയിലെ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വിളവെടുത്തു. ഇതൊക്കെ ഉപയോഗിച്ച് നമുക്കൊരു തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാകും.